ഹൈറ്റ് മതിയോ? നല്ല മനസ്സുണ്ടെങ്കിൽ ആരായാലും കുഴപ്പമില്ല. അനുവിന്റെ വെല്ലുവിളി. എന്തെല്ലാം പാട്ടുകൾ പാടി, സന്യാസിനി, പുണ്യാശ്രമത്തിൽ, അങ്ങനെ പല പല പാട്ടുകൾ, ജീവാംശം, എന്തെല്ലാം പാട്ടുകൾ പാടി. പക്ഷേ എന്റെ റിനി എന്റെ സ്വന്തം അനിയത്തിയാണ്. അപ്പൊ അവളുടെ ജീവിതം ഞാൻ ചീത്തയാക്കാൻ സമ്മതിക്കില്ല. അതായത് ലോക മലയാളികൾക്കെല്ലാം അറിയുന്ന ഒരു സംഭവമാണ് ഇത്. ഈ ഒരു സംഭവം, അനുവിന്റെ തങ്കച്ചന്റെ കാര്യം. എല്ലാവരും ഇതുപോലെ എപ്പിസോഡിൽ ഓരോ കമന്റുകളൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇന്ന് ഇതിലൊരു തീരുമാനം അറിയാം. ശരി ശരി. റിനി, നിനക്ക് തങ്കച്ചേട്ടൻ ഇഷ്ടമാണോ? ഞാൻ തങ്കച്ചി ചേട്ടൻ ഇവിടെ കെട്ടിത്തൂങ്ങ. തങ്കച്ചേട്ടൻ ഇഷ്ടമാണോ? ഞാൻ ഉദ്ദേശിച്ചത് ഒരാളുടെ ജീവിതം അങ്ങോട്ടും ചേട്ടൻ തട്ടിക്കളിക്കാൻ എനിക്ക് അതാ പറയാനുള്ളത്. റിനി, തങ്കച്ചേട്ടൻ ഇഷ്ടമാണോ? ഞാൻ ഉദ്ദേശിച്ചത് രണ്ടുപേരും എത്ര നാളായില്ല തങ്കു ഈ അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഇതിലൊരു തീരുമാനം എനിക്ക് അറിയണം. കാരണം എനിക്ക് കമന്റുകൾ കേട്ട് തങ്കച്ചി ചേട്ടൻ അനുവിനുള്ളതാ. ടെക്നിക്കൽ സ്റ്റാഫ് അതൊന്ന് എക്കോ ഇടണേ ഒന്ന് പറഞ്ഞേ. തങ്കച്ചി ചേട്ടൻ അനുവിനുള്ളതാ. ഇല്ല ഇല്ല, എനിക്ക് നിൽക്കാൻ വേണ്ട കേട്ടോ. അതായത് തങ്കച്ചി ചേട്ടന്റെയും അനുവിന്റെയും ലൈഫിൽ ഒരു കട്ടറുമായിട്ട് വരാൻ താല്പര്യമില്ലെന്നാണ് റിനി പറയുന്നത്. ഇതാണ് പറയുന്നത്. സീരിയസ് നിങ്ങൾ അനുവായിട്ട് എന്നാ കല്യാണം? ചില പിള്ളേർ ഒന്ന് പറയുന്നു, ചില സ്റ്റേജിലൊക്കെ ചില സമയത്ത് ചില അമ്മച്ചേരി മക്കളെ കെട്ടുമക്കളെ നല്ലൊരു പെണ്ണുമക്കളെ എന്നൊക്കെ പറയും കേട്ടാ. അപ്പൊ ഇത് കേട്ട് ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് അത് കഴിഞ്ഞിട്ടുള്ളത് മതി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പന്തിട്ടാട്ട് പിന്നെ മതി. എന്റെ ജീവിതമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടാട്ട് എനിക്ക് എന്നെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാളെ നിനക്ക് എവിടെ കിട്ടും? എവിടെ നീ എവിടെ കിട്ടും? എവിടെ കിട്ടും? എനിക്ക് ഏതോ ആന്ധ്രയിലെ കൊലവണ്ടിക്ക് പോകുന്ന മറ്റേ ഏതെങ്കിലും ബംഗാളി കിട്ടും. അധ്വാനിച്ച് ജീവിച്ച് എനിക്ക് കൊണ്ടുതരും. എന്നെ കാണുന്ന മാത്രം നിങ്ങൾ തമാശ രീതിയിൽ, മറ്റുള്ളത് സീരിയസ് ആയിട്ട്. അത് ഞാൻ ഈ കൊടുത്ത് വിടുന്ന കുരങ്ങനാണ്. അത് തങ്കച്ചൻ ചേട്ടന്റെ ഭാവി വധു എങ്ങനെയായിരിക്കും എന്നാണ് തങ്കച്ചൻ ചേട്ടന്റെ സങ്കല്പങ്ങൾ. വാ തുറന്ന നുണ പറയുന്ന ചില പെണ്ണുങ്ങളില്ലേ, അതുപോലെ ആയിരിക്കും. പിന്നെ കൂടോത്രം. അതെ, മുട്ടയിൽ കൂടോത്രം. നിങ്ങൾ കണ്ടോ ഞാൻ മുട്ടയിൽ കൂടോത്രം കണ്ടിട്ടുണ്ടോ? കണ്ണിൽ കാണാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. ഇത് സങ്കല്പം പറയുന്നത് തങ്കച്ചൻ ഇതുവരെ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? സംഭവം അറിയാ, എന്നെ കെട്ടാതെ ഇങ്ങനെ നിർത്തണം. ഇതാണ് ഇവിടെ ആഗ്രഹം. സ്ത്രീധനം കിട്ടാതെ കെട്ടണം. ഇതാണ് ഇവിടെ ആഗ്രഹം. സത്യം ഇങ്ങനെ എന്നെ പോണം. ഇനി അപ്പം എന്നോട് പറയുന്ന ഒരാളാവരുത്, കൂടോത്രം വെക്കുന്ന ഒരാളാവരുത്, കുശുമ്പ്, കുന്നായ്മ, ഇല്ലാത്തത് പറയുന്നത്, കല്ല് വെച്ച നുണ, മീന്തല തിന്നുന്ന നരഭോജികളെ തിന്നും പോലെ തിന്നും. നല്ല വിഷമാവുന്നുണ്ട്. അപ്പൊ ഇനി എന്നാ ഒഴിഞ്ഞു കൊടുക്കും. എനിക്ക് ഒരു വിഷമമില്ല, നീ എടുത്തോ. പറഞ്ഞോ, എനിക്ക് വിഷമമൊന്നുമില്ല. ഇത് ഞാൻ എടുക്കാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞ തോരാതെ പെയ്തു നീയേ. കണ്ട പെമ്പിള് തലേന്ന പൂന്ന് എനിക്ക് വേണ്ട. നിങ്ങളുടെ എക്സ് ലവറിന്റെ തലേന്ന പൂന്ന് എന്റെ കയ്യിലേക്ക് നാളെ ഒരെണ്ണം മേടിച്ച് തരാം. ഈ ഡ്രസ് എനിക്ക് മേടിച്ചു തരാക്കി, ഒരു പൂ എനിക്ക് മേടിച്ചു തരാം. ചുമ്മാ പാമ്പാട്ടി പാമ്പ് കൂടെ വാങ്ങിയ പോലെ അല്ലേ? ഇതേ പ്ലാസ്റ്റിക് പൂവാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെണ്ണ് ഒരു ഡമ്മിയിൽ ഉണ്ടാക്കി തന്നാൽ മതിയല്ലോ. പ്ലാസ്റ്റിക് പൂ വേണ്ട, ഒറിജിനൽ പൂ തന്നെ വേണം. കണ്ടാ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവം വരും. കണ്ടാ ഇനിയിപ്പോ നാളെ ഞാൻ കുട്ടിയെടുത്തിട്ട് ഇറങ്ങണ പൂവില്ലേ ഇപ്പൊ കൊണ്ടുവരാണെങ്കിൽ എനിക്ക് അവിടെ എന്തെങ്കിലും പോകണ്ടുവാ. റബ്ബറും തോട്ടത്തിൽ പോയി മുരുക്കുമ്പോഴെങ്കിലും പറഞ്ഞിട്ട് പോടാ. എടാ കുപ്പി എടുത്ത് തരാടാ. എടാ ആർട്ടില്ലടാ, ഞാനാ വാങ്ങി തരാടാ. എടാ എവിടെന്നെങ്കിലും പൂ കൊണ്ടുവാടാ. അല്ലെങ്കിൽ 5000 പൂ കൊണ്ട് വെച്ചേക്കും ആവശ്യത്തിന്. എവിടെടാ ഭീമസേനൻ സൗഗന്ധികം അന്വേഷിച്ച് പോയ പോലെയാണ്. പൂ യഥാർത്ഥ പൂ ചോദിച്ചവള് ഞാൻ അങ്ങോട്ട് കൊടുക്കരുത്. യഥാർത്ഥ പൂ അവർക്ക് ആവശ്യമുണ്ടെന്നെ എന്റെ അടുത്ത് വരണം. പോയി മേടിക്ക്, നീ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഞാൻ നേരത്തെ പൂ ഇങ്ങനെ വാങ്ങില്ല, അതുപോലെ വാങ്ങിക്കണം. അല്ല സമ്മതിക്കരുത്. ഞാൻ മുട്ടുകുത്തി പൂ വാങ്ങിക്കണം.
അടുക്കളയിലെ വാതിൽ എപ്പോഴും തുറന്നു തന്നെ കിടക്കും. ലക്ഷ്മി, എനിക്ക് അനുവിന്റെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എനിക്ക് രണ്ടുപേര് പാട്ട് പാടണം. അനുവിനായിട്ട് ശരി. ദൈവം തന്ന നിധിയല്ലേ നീ, ജീവരാഗ മധുവല്ലേ. ദൈവം തന്ന നിധിയല്ലേ നീ, ജീവരാഗ മധുവല്ലേ. നൽകി ഞാൻ സാന്ത്വനം ഓ പ്രിയേ, ഓ പ്രിയേ. തന്ന നിധിയല്ലേ നീ, ജീവരാഗ മധുവല്ലേ. മംഗളങ്ങളരുളും മഴകളെ, ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ. ദീപാങ്കുരങ്ങൾ തൻ കാണാൻ മറന്നു പോയോ. മംഗളങ്ങളരുളും മഴ നിക്കണങ്ങളെ. വിധിയെന്തിനാവോ വിലപേശുവാന, വെറുതെ നിറം മാറി വന്നു. കരയാതെ കണ്ണുറങ്ങ്, ആതിര കുഞ്ഞുറങ്ങ്. മാറോടു ചേർന്നുറങ്ങ്, താമരത്തേനുറങ്ങ്. കൈവളരാ നേരം പദമായിരം വേണം. വാലിട്ടു കണ്ണെഴുതി പാട്ടു കൊഞ്ചേണം. കരയാതെ കണ്ണുറങ്ങ്, ആതിര കുഞ്ഞുറങ്ങ്. ലാലലൽ ലാലലാലൽ ലാലാലലാലൽ ലാലാലലാലലാലലാലലാ. പാൽക്കടവിൽ ഞാൻ മാറാ. കരയാതെ കണ്ണുറങ്ങ്, ആതിര കുഞ്ഞുറങ്ങ്. അനു കരഞ്ഞിട്ട് ഓടിപ്പോയി. തങ്കച്ചൻ ചേട്ടാ, തങ്കച്ച, തമാശല്ല, അനുദേ കരഞ്ഞിട്ട് ഓടിപ്പോയെ. നീ കറിയാണോ? കറിയാണോ? എന്നാടാ? അല്ലല്ല, കരഞ്ഞിട്ട് പോയെങ്കിൽ എനിക്ക് ഈ പൂ തന്നെങ്കിൽ തിരിച്ചു വരും. തങ്കച്ചൻ ചേട്ടൻ ശരിക്കും പാടിയത് മനസ്സിൽ തട്ടിട്ടായിരുന്നു. ഭയങ്കര ഫീൽ ആയിരുന്നു. ഇവൻ നമുക്ക് വരെ ആ ഒരു മൊമെന്റ്. അപ്പൊ പിന്നെ അനുവിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ലേ തങ്കു, ഇങ്ങനത്തെ തങ്കച്ചൻ വിതരെ നമുക്ക് വേണ്ട. ഞങ്ങളെ ചിരിപ്പിക്കണ തങ്കുനെ മതി. പക്ഷെ നമ്മള് കളിച്ച് കാര്യം ആരെങ്കിലും ഒന്നും പോയി വിളിക്കാറ്. നമ്മൾ തമാശ